നമസ്കാരം. AK മീഡിയയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ വിഭാഗ്യതയില്ലാത്ത ഒരു ഗ്രാമമാണ് ഏരൂർ പഞ്ചായത്തിലെ കാഞ്ഞിവയൽ. പത്തടി പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുകയും 1980 ശേഷം ഹർത്താലോ ബന്ധോ ഒന്നും ഇവിടെ ബാധിക്കാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. രാഷ്ട്രീയം മറന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഹർത്താലിനോട് സഹകരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ 1980 ശേഷം ഒരു ഹർത്താലോ ഒരു ബന്ധോ ഇവിടെ നടത്തുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും, ഇവിടെ രാഷ്ട്രീയ വിഭാഗീയതയൊന്നുമില്ല. ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതിന് പ്രവർത്തിക്കുന്നതോ ഇവിടെ ആർക്കും യാതൊരു വിധ തടസ്സവുമില്ലാത്ത രീതിയിലാണ് ഈ പ്രദേശം എല്ലാ ബന്ധുകളിലും ഹർത്താലുകളിലും ഈ പ്രദേശം കടകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് ജീവിക്കണം, അവർക്ക് ബാങ്കുകളിൽ ലോൺ കാണും, മക്കളെ സംരക്ഷിക്കണം, അവരുടെ വിദ്യാഭ്യാസം നോക്കണം, അവരുടേതായ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിനെല്ലാം വേണ്ടി ചെറിയ കച്ചവടക്കാർ ഇന്ന് ഓരോരുത്തരും ഓൺലൈൻ വഴിയാണ് സാധനങ്ങൾ വീടുകളിൽ വരുത്തുന്നത്. നമ്മുടെ സ്വന്തം നാട്ടിലൊരു പ്രസ്ഥാനം ഉള്ളപ്പോൾ 1000 രൂപയുടെ സാധനം പോയി കടം ചോദിച്ചാൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടും. അത് വാങ്ങാതെ ഏതെങ്കിലും ഒരു ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ്സുകാർ ഏതെങ്കിലും 1 രൂപ കൊടുത്ത് സഹായിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ചെറുകിട കച്ചവടക്കാരടുത്ത് ഒരു ഉത്സവമായാലും ഒരു പള്ളിപ്പിരിവായാലും ഒരു മറ്റു ഘോഷയാത്രയായാലും അതിൻ്റെ പിരിവായാലും എല്ലാം കൊടുത്ത് വർണ്ണ വിഭാഗീയത ഇല്ലാതെയും വർണ്ണ വിവേചനമില്ലാതെയും ജാതിമത ചിന്തകൾക്ക് അതീതമായും കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ലാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് പത്തടി കാഞ്ഞിവയൽ എലവുമൂട് മേഖല. ഭാരത് ബന്ധല്ലേ ഇവിടെ മാത്രം കടകളെല്ലാം പ്രവർത്തിക്കുന്നത്? എത്ര കടകളാണ് ഇവിടെ ഏകദേശം ഈ മേഖലയിൽ? അന്നേരം നമുക്കിവിടെ ഹർത്താലോ ബന്ധം ഒന്നുമില്ല. ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇവിടെ അതൊന്നും ഒരു ബാധകമേ അല്ല. ഇപ്പം പിന്നെ രാഷ്ട്രീയക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ലേ? സമരക്കാരും കടയടപ്പിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടം തൊട്ടാ ഇങ്ങനെ കട? എവിടം തൊട്ടാണ്? അതായത് ഏരുപള്ളി ഹർത്താൽ ബന്ധമൊന്നും ഈ മേഖലയെ ബാധിക്കാറില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷെ ഇവിടെ കടകൾ അടയ്ക്കുന്ന ഒരു പരിപാടിയില്ല. ഏത് ഹർത്താലായാലും ബന്ധായാലും 41 കൊല്ലമായി എല്ലാം ഒരുമിച്ചാണ് പോണത്. ഹർത്താലായാലും ഇവിടെ എന്താ ആവശ്യത്തിന് വന്നാൽ കടകൾ തുറക്കും, സാധനങ്ങൾ മേടിക്കുക. ദൂര സ്ഥലങ്ങളിലൊക്കെ ഇവിടെ എത്താറുള്ളൂ അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? ഹർത്താൽ ബാധകമാണ്. അഞ്ചലും തടിക്കടല്ല, കട അടച്ചേക്കുക. അന്നേരം അത് ഒരു അവധി എന്ന പോലെ ഇനി പത്തലോട് ചാടിയതാണ്. നേരെ പത്തലോട്ട്. അത് നേരത്തെ അറിയാമോ ഈ പത്തലിലൊക്കെ എങ്ങനെ ഹർത്താലൊന്നും ഇവിടെ ബാധിക്കത്തില്ലെന്ന്? ഇവിടെ അങ്ങനെയുള്ള ബാധകമൊന്നുമില്ല. ഇവിടെ പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയവും എല്ലാ മതവും ഒരുപോലെ കുഴപ്പമില്ലാതെ ഹർത്താലൊന്നും ബാധിക്കാറില്ല. ഒരു രാഷ്ട്രീയ ഒന്നും ബാധകമല്ല. ഹർത്താലൊന്നും ബാധകമല്ലേ? അല്ല. എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും 10 മണി വരണം. അതെന്താണ്? ഇവിടെ രാഷ്ട്രീയക്കാരല്ലേ? എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നുപോലെ. നമ്മള് കടയൊക്കെ അടത്ത് മൂടിക്കെട്ടി പെരക്കാത്തിരിക്കാൻ ഒക്കുമോ? നമ്മളൊക്കെ വയ്യാതെ അടക്കുന്നവരാ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന്, ഏത് ലോകത്തുനിന്ന് ഈ നാട്ടിൽ വരണം.
ഇവിടെ നിന്ന് വെള്ളം കുടിക്കണം. ഹർത്താലും ബന്ധമൊന്നും ഇവിടെ ഹർത്താലും ബന്ധു ഒന്നും ബാധകമല്ല. എത്ര കടകൾ കാണും ഈ മേഖലയിൽ? ഈ മേഖലയിൽ എത്ര ആയിരം കടയുണ്ടെന്ന് നോക്കാൻ എനിക്ക് എണ്ണയും എത്ര വർഷം കൊണ്ടാണ് ഇങ്ങനെ? ഞങ്ങള് ഒരു 50 വർഷത്തിൽ കൂടുതലായിട്ടാണ് ഇവിടെയൊക്കെ താമസമായിട്ട്. നമ്മളെ ആസങ്ങണ് സാഹിബ് മരിക്കുന്നതിന് മുമ്പിട്ട് ഒരു ബന്ധു വന്നു, ഏരുന്നൊക്കെ ഇവിടെ അടിച്ചു വിളിക്കാനും ഒക്കെ വന്നു. എന്നിട്ട് പോലും ഇവിടെ ഒരു ബന്ധില്ല. പിന്നെ ഇപ്പൊ എന്തൊരു ബന്ധ്? ഞങ്ങളൊക്കെ ജീവിക്കുന്ന സ്ഥലമായത്. 10 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണ്ടേ? എന്താണ് ഇവിടെ കടയൊക്കെ പ്രവർത്തിക്കുന്നല്ലോ? ഈ ഹർത്താൽ ഇന്ന് ഭാരത് ബന്ദ് ആണല്ലോ, എന്തു പറ്റി? ഇവിടെ ഹർത്താലൊന്നുമില്ലേ? എന്താണ്, എന്താ കാരണം? സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനു മുമ്പ് ഏരൂരിന് വന്ന് ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് തൊട്ട് പിന്നെ 5 ഹർത്താലൊന്നും ഇവിടെ ഇല്ല. അപ്പൊ എത്ര വർഷം കൊണ്ട് ഈ ഹർത്താലും ബന്ധുവും ഇവിടെ ബാധിക്കാതെ പോകുന്നത്? പത്തടി മേഖല ഏതാണ്ട് ഒരു 10-25 വർഷമായെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബാധകമല്ല. ഇല്ല. കട അടപ്പിക്കാനൊക്കെ വന്നിട്ടുണ്ടോ രാഷ്ട്രീയക്കാരൊക്കെ? ഇല്ല ഇല്ല, പിന്നെ വന്നിട്ടില്ല. അന്ന് വന്നതേ ഉള്ളൂ. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരല്ല ഉള്ള സ്ഥലമല്ലേ അല്ലേ? ആണ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് പേടിച്ചാ വരാത്തത്. ആരും കട അടയ്ക്കാറില്ല പറഞ്ഞാൽ തന്നെ. ഇല്ല. AK മീഡിയയ്ക്ക് വേണ്ടി അഞ്ചലിൽ നിന്നും റിപ്പോർട്ടർ ജ്യോതിക. ലൈറ്റ് കൂടുതലാണ്.